ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ബോട്ടണിയിലെ കുറച്ച് കാര്യങ്ങൾ സ്പീഡിൽ വായിച്ചിട്ട് പോയാലോ. നമ്മൾ നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ടാവും, എങ്ങനെ ഓരോരുത്തർ പഠിച്ചതെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് പോയിന്റുകൾ മാത്രം സ്പീഡിൽ പറഞ്ഞിട്ട് പോകാം കുറച്ച് കാര്യങ്ങൾ. ഇതേപോലെ സുവോളജിയും MLTയും എല്ലാം നമ്മൾ ക്വിക്കായിട്ട് എഴുതി വെച്ച കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ നോക്കി പോകാനുള്ള സമയം നമുക്കുള്ളൂ ഇന്നും നാളെയും. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഞാൻ സ്പീഡിൽ വായിച്ചു പോവാട്ടോ. പോയിന്റ്സ് ഒക്കെ നമുക്ക് പറഞ്ഞു നോക്കാം. വിച്ച് സ്ട്രക്ചേഴ്സ് പെർഫോം ദി ഫംഗ്ഷൻ ഓഫ് മൈറ്റോകോൺഡ്രിയ ഇൻ ബാക്ടീരിയ? ബാക്ടീരിയയിൽ മൈറ്റോകോൺഡ്രിയൻ്റെ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്ന സ്ട്രക്ചർ ഏതാണ്? മീസോസോംസ് ആണ്. മീസോസോംസ് എന്തായിരുന്നു? മെംബ്രേനസ് ഫോൾസ് ഇൻ ബാക്ടീരിയ ചോദിച്ചാൽ മീസോസം. മെംബ്രേനസ് ഫോൾസ് ഇൻ ബാക്ടീരിയ. അപ്പോൾ വിച്ച് സ്ട്രക്ചർ പെർഫോം ദി ഫംഗ്ഷൻ ഓഫ് മൈറ്റോകോൺഡ്രിയ ഇൻ ബാക്ടീരിയ ചോദിച്ചാൽ മീസോസോംസ് ആണ്. ഓക്കെ, അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് എ പാർട്ട് ഓഫ് ദി എൻഡോമെംബ്രെയിൻ സിസ്റ്റം? അപ്പം എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിന്റെ ഭാഗമല്ലാത്തത് ഏതെന്നാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് എൻഡോമെംബ്രെയിൻ സിസ്റ്റം. ഗ്രൂപ്പ് ഓഫ് മെംബ്രെയിനിയസ് ഓർഗനലെ ഹാവിംഗ് കോർഡിനേറ്റഡ് ഫംഗ്ഷൻസ്. അപ്പോൾ എന്താണ് എൻഡോമെംബ്രെയിൻ സിസ്റ്റം? ആർ എ ഗ്രൂപ്പ് ഓഫ് മെംബ്രെയിനിയസ് ഓർഗനലെ ഹാവിംഗ് കോർഡിനേറ്റഡ് ഫംഗ്ഷൻസ്. അതിൽ വരുന്നത് 4 ഓർഗനലാണ്: എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾഗി കോംപ്ലക്സ്, ലൈസോസോം ആൻഡ് വാക്യൂൾസ്. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾഗി കോംപ്ലക്സ്, ലൈസോസോം ആൻഡ് വാക്യൂൾസ്, ഈ 4 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ആ 4 എണ്ണത്തിൽ പെടാത്ത ഏതെങ്കിലും വന്നാൽ അതായിരിക്കും ആൻസർ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻസ് ലൈസോസോം, വാക്യൂള്, ഗോൾഗി കോംപ്ലക്സ് ആൻഡ് പെറോക്സിസോംസ് ആയിരുന്നു. അപ്പം നമുക്കറിയാം ലൈസോസോം, വാക്യൂൾ, ഗോൾഗി കോംപ്ലക്സ് ഇതിൽ പെടുന്നതാണ്. അപ്പം പെറോക്സിസോം ഓഡ് 1 ആണ്, ഔട്ട്. ഓക്കെ, അപ്പം എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ പെടുന്നത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾഗി കോംപ്ലക്സ്, ലൈസോസോം ആൻഡ് വാക്യൂള്. ഓക്കെ, അടുത്തതിലേക്ക് റൈബോസോമൽ RNA. റൈബോസോമൽ RNA ഈസ് ആക്റ്റീവ്ലി സിന്തസൈസ്ഡ് ഇൻ ആൻസർ ന്യൂക്ലിയോലസ്. റൈബോസോമൽ RNA ഈസ് ആക്റ്റീവ്ലി സിന്തസൈസ്ഡ് ഇൻ ന്യൂക്ലിയോലസ്. അതിൻ്റെ എക്സ്ട്രാ പോയിന്റ് ഓർത്ത് വെക്കണം. ഫാക്ടറി ഓഫ് റൈബോസോംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? ന്യൂക്ലിയോലസ് ആണ്. ഫാക്ടറി ഓഫ് റൈബോസോംസ് അത് തന്നെയാണ്. റൈബോസോമൽ RNA ഈസ് ആക്റ്റീവ്ലി സിന്തസൈസ്ഡ് ഇൻ ന്യൂക്ലിയോലസ്, അല്ലെങ്കിൽ ഫാക്ടറി ഓഫ് റൈബോസോം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയോലസ് ആണ്. റൈബോസോമിൽ നടക്കുന്നത് എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ആണ്. പ്രോട്ടീൻ സിന്തസിസ് ആണ്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസ് പൊട്ടിച്ചു കഴിഞ്ഞാൽ കാണുന്ന ഒരു സ്പെറിക്കൽ ഷേപ്പുള്ള ഒരു ഓർഗനലാണ് നമ്മൾ ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ പഠിച്ചല്ലോ, ഉത്തരം പഠിച്ചല്ലോ. അടുത്തത് ദ ക്രോമസോംസ് ഇൻ വിച്ച് സെൻട്രോമിയർ ഈസ് സിറ്റുവേറ്റഡ് ക്ലോസ് ടു 1 end are. എന്താണ്? ദ ക്രോമസോംസ് ഇൻ വിച്ച് സെൻട്രോമിയർ ഈസ് സിറ്റുവേറ്റഡ് എവിടെയാണ്? ക്ലോസ് ടു 1 end are. അതായത് ഒരു എൻഡിനോട് ചേർന്ന് കാണപ്പെടുകയാണ് സെൻട്രോമിയർ എങ്കിൽ ആ ക്രോമസോമിനെ നമ്മൾ എന്താണ് പറയുന്നത്? അക്രോസെൻട്രിക് ആണ്. അക്രോസെൻട്രിക്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി അങ്ങ് പഠിച്ചേക്കാം അല്ലേ. സെൻറ്ററിലാണ് അലൈൻ ചെയ്യുന്നത് എങ്കിൽ മെറ്റാസെൻട്രിക് ആണ്. അറ്റത്താണെങ്കിൽ ടീലോസെൻട്രിക്, നിയർ ടു എൻഡ് ആണെങ്കിൽ അക്രോസെൻട്രിക്, പിന്നെ എൻഡിലാണെങ്കിൽ ടീലോസെൻട്രിക്, നിയർ ടു മിഡിൽ ആണെങ്കിൽ സബ് മെറ്റാസെൻട്രിക്, മിഡിലാണെങ്കിൽ മെറ്റാസെൻട്രിക്. ഈ 4 എണ്ണം അറിയാലോ അല്ലേ. അപ്പം നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? The chromosomes in which centromere is situated close to 1 end are എന്താണ്? അക്രോസെൻട്രിക്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. പെപ്റ്റൈഡ് സിന്തസിസ് ഇൻസൈഡ് എ സെൽ ടേക്സ് പ്ലേസ് ഇൻ. പെപ്റ്റൈഡ് സിന്തസിസ് ഇൻസൈഡ് എ സെൽ ടേക്സ് പ്ലേസ് ഇൻ റൈബോസോംസ്. റൈബോസോംസ് നമ്മൾ പറഞ്ഞു പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് റൈബോസോമിലാണ്. ഫാക്ടറി ഓഫ് റൈബോസോം എന്നറിയപ്പെടുന്നത് ഏതാണ്? ന്യൂക്ലിയോലസ് ആണ്. ഓക്കെ, അടുത്തതിലേക്ക് The site of respiration in bacteria is. The site of respiration in bacteria is mesosome. Mesosome. നമ്മൾ മീസോസോം പറഞ്ഞല്ലോ അല്ലേ. മെംബ്രെയിനിയസ് ഫോൾസ് ഇൻ ബാക്ടീരിയ ഈസ് കോൾഡ് മീസോസോം. തൊട്ട് നേരത്തെ എന്തായിരുന്നു മീസോസോമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? Which structure perform the function of mitochondria in bacteria is called mesosome. ഇപ്പം പറഞ്ഞത് എന്താണ്? The site of respiration in bacteria is mesosome. ഓക്കെ, അടുത്തത് the structures that are formed by stacking of organized flattened membranous sacs in chloroplast are. The structures that are formed by stacking of organized flattened membranous sacs in the chloroplast are grana. Okay,
ദ മെയിൻ അറീന ഓഫ് ഡിഫറെൻറ്റ് സെല്ലുലാർ ആക്ടിവിറ്റീസ് ഈസ് വിവിധ സെല്ലുലാർ ആക്ടിവിറ്റീസ് നടക്കുന്ന മെയിൻ ഏരിയ ഏതാണ്? സൈറ്റോപ്ലാസമാണ്. ദ ഓസ്മോട്ടിക് എക്സ്പാൻഷൻ ഓഫ് എ സെൽ, എന്താണ് ഓസ്മോട്ടിക് എക്സ്പാൻഷൻ ഓഫ് എ സെൽ കെപ്റ്റ് ഇൻ വാട്ടർ ഈസ് മെയിൻലി റെഗുലേറ്റഡ് ബൈ ആരാണ്? വാക്യൂൾസ് ആണ്. വാക്യൂൾസ് നമ്മൾ ഓൾറെഡി കണ്ടല്ലോ അല്ലേ. ബന്ധപ്പെട്ടൊരു പോയിന്റ് പറയാം. മെംബ്രെയിൻ എറൗണ്ട് വാക്യൂൾ എന്ന് പറഞ്ഞാൽ ഫാനം ആണ് കേട്ടോ മലയാളത്തിൽ. മെംബ്രെയിൻ എറൗണ്ട് വാക്യൂൾ ഈസ് നോൺ ആസ് ടോണോപ്ലാസ്റ്റ്. എന്താണ് ടോണോപ്ലാസ്റ്റ്? അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് ദ ഓസ്മോട്ടിക് എക്സ്പാൻഷൻ ഓഫ് എ സെൽ കെപ്റ്റ് ഇൻ വാട്ടർ ഈസ് മെയിൻലി റെഗുലേറ്റഡ് ബൈ വാക്യൂൾസ്. ഓക്കെ, DNA ഈസ് നോട്ട് പ്രസന്റ് ഇൻ റൈബോസോംസിൽ DNA ഇല്ല. പിന്നെ റൈബോസോംസ് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂക്കാരിയോട്ടിലും പ്രോകാരിയോട്ടിലും പ്രസന്റ് ആയിട്ടുള്ള ഒരു ഓർഗനലാണ് റൈബോസോമിൽ എന്ത് നടക്കുന്നു? പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നു. ഫാക്ടറി ഓഫ് റൈബോസോംസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ന്യൂക്ലിയോലസ് ആണ്. ഇനി റൈബോസോംസ് നമ്മൾ 80S 70S പഠിച്ചത് ഓർക്കുന്നുണ്ടോ? 70S ഇൻ പ്രോകാരിയോട്ടിക് ആൻഡ് 80S ഇൻ യൂക്കാരിയോട്ടിക്. സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനിലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഹൂ വെർ കോയിൻഡ് ദ ടേം മിയോസിസ് എന്നുള്ള ടേം കൊണ്ടുവന്നത് ആരാണ്? ഫാർമർ ആൻഡ് മുറെ. ഹൂ വെർ കോയിൻഡ് ദ ടേം മിയോസിസ്? ഫാർമർ ആൻഡ് മുറെ. ദ കണ്ടൻസേഷൻ ഓഫ് ക്രോമസോംസ് ഈസ് ഒബ്സർവ്ഡ് ഇൻ, എന്താണ്? ദ കണ്ടൻസേഷൻ ഓഫ് ക്രോമസോംസ് ഈസ് ഒബ്സർവ്ഡ് ഇൻ ഏതാണ്? പ്രൊഫേസ് 1. The condensation of chromosomes is observed in prophase 1. അടുത്തത് ന്യൂക്ലിയർ DNA replicates in the dash phase. ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ് ആൻസർ? എസ് ഫേസ് അഥവാ സിന്തറ്റിക് ഫേസ്. എന്താണ്? എസ് ഫേസിലാണ് ന്യൂക്ലിയർ DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് Dash is a form of cell division which results in the creation of gametes or sex cells. അപ്പോൾ gametes അല്ലെങ്കിൽ സെക്സ് സെൽസ് ഉണ്ടാകുന്ന ആ ഒരു സെൽ ഡിവിഷൻ പറയുന്നത് എന്താണ്? ആ ഒരു സ്റ്റേജിനെ പറയുന്നത് എന്താണ്? മിയോസിസ് എന്നാണ്. അപ്പം മിയോസിസ് ഈസ് എ ഫോം ഓഫ് സെൽ ഡിവിഷൻ വിച്ച് റിസൾട്ട്സ് ഇൻ ദ ക്രിയേഷൻ ഓഫ് വാട്ട്? ഗമീറ്റ്സ് ഓർ സെക്സ് സെൽസ്. അതാണ് മിയോസിസ് എന്ന് പറയുന്നത്. അടുത്തത് ഡാഷ് ഈസ് ദ നമ്പർ ഓഫ് DNA ഇൻ ദ ക്രോമസോം അറ്റ് ദ G2 സ്റ്റേജ് ഓഫ് ദി സെൽ സൈക്കിൾ. Dash is the number of DNA in the chromosome at the G2 stage of the cell cycle is ഏതാണ്? 2 ആണ്. അപ്പം 2 എണ്ണമാണ്. അപ്പം 2 is the number of DNA in the chromosome at the G2 stage of the cell cycle. Okay, അടുത്തത് the stage which serve as a connecting link between meiosis 1 and meiosis 2. meiosis 1ഉം meiosis 2ഉം തമ്മിലുള്ള കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്റ്റേജ് ഏതാണ്? Interkinases. Important ആണ്. Interkinases is the connecting link between the stages meiosis 1 and meiosis 2. എന്താണ് interkinases? അടുത്തത് the longest stage in the cell cycle is important. The longest stage in the cell cycle is what? ഇന്റർഫേസ്. അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ചതെല്ലാം കൂടി പറയുവാണെങ്കിൽ പ്രൊഫേസ് 1 എന്തായിരുന്നു സംഭവിക്കുന്നത്? കണ്ടൻസേഷൻ ഓഫ് ക്രോമസോംസ് ഈസ് ഒബ്സർവ്ഡ് ഇൻ പ്രൊഫേസ് 1. ന്യൂക്ലിയർ DNA റെപ്ലിക്കേഷൻ സംഭവിക്കുന്നത് എസ് ഫേസിലാണ്. ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? ലോങ്ങസ്റ്റ് സ്റ്റേജ് ഏതാണ്? ലോങ്ങസ്റ്റ് സ്റ്റേജ് ഇന്റർഫേസ് ആണ്. ഇനി മിയോസിസ് 1ന്റെയും മിയോസിസ് 2ന്റെ ഇടയിലുള്ള ലിങ്ക് ഏതാണ്? ഇന്റർകൈനേസസ് ആണ്. ഓക്കെ, ഞാൻ വീണ്ടും റിവൈസ് ചെയ്തു എന്നുള്ളൂ. അടുത്തത് ദ ഡാഷ് സ്റ്റേറ്റ് ഇംപ്ലൈസ് ദ എക്സിറ്റ് ഓഫ് സെൽസ് ഫ്രം ദ സെൽ സൈക്കിൾ. ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഡാഷ് സ്റ്റേറ്റ് ഇംപ്ലൈസ് ദ എക്സിറ്റ് ഓഫ് സെൽസ് ഫ്രം ദ സെൽ സൈക്കിൾ ഈസ് ഏതാണ്? G0. അപ്പോൾ ദ G0 സ്റ്റേറ്റ് ഇംപ്ലൈസ് ദ എക്സിറ്റ് ഓഫ് സെൽസ് ഫ്രം ദ സെൽ സൈക്കിൾ. ഓക്കെ, അടുത്തത് സിനാപ്സിസ്. എന്താണ്? സിനാപ്സിസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പെയറിംഗ് ഓഫ് വാട്ട്? സിനാപ്സിസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസിന്റെ പെയറിങ്ങിനെയാണ് നമ്മൾ സിനാപ്സിസ് എന്ന് പറയുന്നത്. അടുത്തത് മൈറ്റോസിസ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ ഡാഷ്. ഏതാണ്? പോളിപ്ലോയിഡ് ഇൻഡിവിജ്വൽ, ഡിപ്ലോയിഡ് ഇൻഡിവിജ്വൽ, ഹാപ്ലോയിഡ് ഇൻഡിവിജ്വൽ. ഇതിലെല്ലാം തന്നെ എന്ത് കാണാൻ പറ്റും? മൈറ്റോസിസ് നമുക്ക് കാണാൻ പറ്റും. മിയോസിസ് എന്നുള്ള വാക്ക് കൊണ്ടുവന്നത് ആരായിരുന്നു? ഫാർമർ ആൻഡ് മുറെ. അടുത്തത് ദ സ്പിൻഡിൽ അപ്പാരറ്റസ് ഈസ് ഫോംഡ് ഡ്യൂറിംഗ് ദ ഡാഷ് ഫേസ് ഓഫ് മൈറ്റോസിസ്. എല്ലാം കൂടി കൺഫ്യൂഷൻ ആക്കരുത്. സ്പിൻഡിൽ അപ്പാരറ്റസ് ഫോം ചെയ്യുന്നത് ഏത് ഫേസിലാണ്?
മെറ്റാഫേസിലാണ്. ഏതാണ്? മെറ്റാഫേസിലാണ് സ്പിൻഡിൽ അപ്പാരറ്റസ് ഫോം ചെയ്യുന്നത്. ലോങ്ങസ്റ്റ് സ്റ്റേജ് ഏതായിരുന്നു? ഇന്റർഫേസ് ആണ്. ഇപ്പൊ എന്ത് പറഞ്ഞു? മെറ്റാഫേസിലാണ് സ്പിൻഡിൽ അപ്പാരറ്റസ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് S ഫേസിലാണെന്ന് പറഞ്ഞു. കണ്ടൻസേഷൻ ഓഫ് ക്രോമസോംസ് നടക്കുന്നത് പ്രോഫേസ് 1-ലാണെന്ന് പറഞ്ഞു. അടുത്തത്, സൈക്ലിൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ്. സൈക്ലിൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് മൈറ്റോസിസ്. എന്താണ്? മൈറ്റോസിസ് ആണ്. ക്രോമസോം സ്ട്രക്ചർ എന്താണ്? ക്രോമസോം സ്ട്രക്ചർ ക്യാൻ ബി ഒബ്സർവ്ഡ് ബെസ്റ്റ് ഡ്യൂറിങ് മെറ്റാഫേസ്. മെറ്റാഫേസ് എന്താണ്? മെറ്റാഫേസ്. സ്പിൻഡിൽ അപ്പാരറ്റസ് എവിടെയായിരുന്നു ഫോം ചെയ്യുന്നത്? ഏത് ഫേസിലായിരുന്നു? മെറ്റാഫേസ്. ഇപ്പൊ പറഞ്ഞത് എന്താണ്? ക്രോമസോം സ്ട്രക്ചർ ക്യാൻ ബി ഒബ്സർവ്ഡ് ബെസ്റ്റ് ഡ്യൂറിങ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫ്ലവേഴ്സ് വിത്ത് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആർ കോൾഡ്. Flowers with both androecium and gynoecium are called bisexual flowers. ഫീമെയിൽ പാർട്ടാണ് ഗൈനീഷ്യം, മെയിൽ പാർട്ടാണ് ആൻഡ്രീഷ്യം. ഇത് രണ്ടും ഒരു പൂവില് പ്രസന്റ് ആണ് എന്നുണ്ടെങ്കിൽ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഫ്രം ദി ആന്തർ ടു സ്റ്റിഗ്മ ഈസ് കോൾഡ്. ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഫ്രം ദി ആന്തർ ടു സ്റ്റിഗ്മ ഈസ് കോൾഡ് പോളിനേഷൻ. എന്താണ്? പോളിനേഷൻ. അടുത്തത്, ദ ഫ്യൂഷൻ ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ന്യൂക്ലിയസ് വിത്ത് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ന്യൂക്ലിയസ് ഈസ് നോൺ ആസ്. ദ ഫ്യൂഷൻ ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ന്യൂക്ലിയസ് വിത്ത് മെയിൽ റീപ്രൊഡക്റ്റീവ് ന്യൂക്ലിയസ് ഈസ് നോൺ ആസ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ. Embryo sac is located inside the dash. Embryo sac is located inside the ovule. എന്താണ്? ovule. Okay. One nucleus of the pollen tube and secondary nucleus of the ovum grow into. One nucleus of the pollen tube and secondary nucleus of the ovum grow into what? Endosperm. Endosperm. The male reproductive parts of a flower, the stamens, are collectively known as. എന്താണ്? ആൻഡ്രീഷ്യം. സിമ്പിൾ ആണല്ലോ. The other name of gynoecium is പിസ്റ്റിൽ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണല്ലോ ഗൈനീഷ്യം, അതിന്റെ മറ്റൊരു പേരാണ് പിസ്റ്റിൽ എന്ന് പറയുന്നത്. അടുത്തത്, ദ ഫങ്ഷണൽ മെഗാസ്പോർ ഇൻ എ ഫ്ലവറിംഗ് പ്ലാന്റ് ഡെവലപ്സ് ഇൻ ടു. ദ ഫങ്ഷണൽ മെഗാസ്പോർ ഇൻ എ ഫ്ലവറിംഗ് പ്ലാന്റ് ഡെവലപ്സ് ഇൻ ടു. എന്താണ്? എംബ്രയോസാക്. എന്താണ്? എംബ്രയോസാക്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സിമിലർ ടു ഓട്ടോഗമി ബട്ട് റിക്വയേഴ്സ് പോളിനേറ്റേഴ്സ്. അതെന്താണ്? ജെയ്റ്റ്നോഗമിയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സിമിലർ ടു ഓട്ടോഗമി ബട്ട് റിക്വയേഴ്സ് പോളിനേറ്റേഴ്സ്. പോളിനേറ്റേഴ്സിന് ആവശ്യമുള്ളത് വരുന്നത് ഏതിനാണ്? ജെയ്റ്റ്നോഗമിക്കാണ്. ഓട്ടോഗമി അതിന്റെ ആവശ്യമില്ലല്ലോ. അടുത്തത്, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഫിലിഫോം അപ്പാരറ്റസ്. എന്തിന്റെയാണ്? ഫിലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ എന്താണ്? ഗൈഡ് ദ എൻട്രി ഓഫ് പോളൻ ട്യൂബ്. ഗൈഡ് ദ എൻട്രി ഓഫ് പോളൻ ട്യൂബ്. അതാണ് ഫിലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ. അടുത്തത്, the mass of nutritive material outside the embryo sac is called. The mass of nutritive material outside the embryo sac is called perisperm. എന്താണ്? പെരിസ്പെർം. പാർത്തനോകാർപ്പിക്ക് ഒരു എക്സാമ്പിൾ എന്താണ്? ബനാനയാണ്. പാർത്തനോകാർപ്പിക്ക് എക്സാമ്പിൾ ഒരു ഫ്രൂട്ട് ബനാനയാണ്. അടുത്തത്, the process of formation of seeds without fertilization in flowering plant is known as. അതായത് സീഡ് ഉണ്ടാവുന്നു, ഫെർട്ടിലൈസേഷൻ മുഖേനയല്ല. ആ ഒരു അടുത്തത്, ദ ഫങ്ഷണൽ മെഗാസ്പോർ ഇൻ ആൻ ആൻജിയോസ്പെർം ഡെവലപ്സ് ഇൻ ടു. ദ ഫങ്ഷണൽ മെഗാസ്പോർ ഇൻ ആൻ ആൻജിയോസ്പെർം ഡെവലപ്സ് ഇൻ ടു വാട്ട്? എംബ്രയോസാക്. എംബ്രയോസാക്. അടുത്തത്, റിവാർഡ്സ് ആൻഡ് അട്രാക്റ്റൻസ്. റിവാർഡ്സ് ആൻഡ് അട്രാക്റ്റൻസ് ആർ റിക്വയർഡ് ഫോർ എൻഡമോഫിലി. എന്താണ്? എൻഡമോഫിലി. ഇൻസെക്ട് പോളിനേഷൻ ആണ് കേട്ടോ എൻഡമോഫിലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയൊക്കെ അറിയാവോ? ഓരോ തരം പോളിനേഷൻസ് ഏജൻസിനെ പഠിച്ചു വെക്കണം. അനിമോഫിലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻഡാണ്. സൂഫിലി ആനിമൽസ് ആണ്. ഹൈഡ്രോഫിലി വാട്ടർ. എൻഡമോഫിലി ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇൻസെക്ട്സ്. ഓർണിത്തോഫിലി ബേർഡ്സ്. കെപ്റ്ററോഫിലി ബാറ്റ്സ്. അപ്പം അനിമോഫിലി വിൻഡ്, സൂഫിലി ആനിമൽസ്, ഓർണിത്തോഫിലി ബേർഡ്സ്, ഹൈഡ്രോഫിലി വാട്ടർ ആൻഡ് എൻഡമോഫിലി ഇൻസെക്ട്സ്. ഓക്കെ. അടുത്തത്, A dioecious flowering plant prevents what? Autogamy and ജെയ്റ്റനോഗമി. നേരത്തെ നമ്മൾ ജെയ്റ്റനോഗമി ആൻസർ വരുന്നൊരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതെന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സിമിലർ ടു ഓട്ടോഗമി ബട്ട് റിക്വയേഴ്സ് പോളിനേറ്റേഴ്സ്. ആൻസർ ജെയ്റ്റനോഗമി ആയിരുന്നു. അടുത്തതിലേക്ക് പോവാം.
സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നോക്കാം. സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഫുഡ് പ്രൊഡക്ഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ ബ്രീഡ് ഓഫ് കാറ്റിൽ. കാറ്റിലിന്റെ ഇതിൽ വരുന്നത് ഡാഷ് ഈസ് എ ബ്രീഡ് ഓഫ് കാറ്റിൽ. ഏതാണ്? ജേഴ്സി ആണ്. അടുത്തത്, ഗോബർ ഗ്യാസ് പ്ലാന്റ്സ് യൂസ് ഡാഷ് ബാക്ടീരിയ. ഗോബർ ഗ്യാസ് പ്ലാന്റ്സ് യൂസ് മെത്തനോജനിക് ബാക്ടീരിയ. Green revolution was led by Norman Borlaug. Okay. Bioenergy is obtained from biomass. Dash is an instrument that helps to achieve specific temperature and pressure for scientific or medical and industrial applications. Dash is an instrument that helps to achieve specific temperature and pressure for specific or medical and industrial applications. ഏതാണ്? ഓട്ടോക്ലേവ് ആണ്. ഓട്ടോക്ലേവ് നമ്മൾ MLT-യിലും പഠിക്കുന്നുണ്ട് അല്ലേ. അടുത്തത്, ക്രോസിംഗ് ബിറ്റ്വീൻ ഡിഫറെന്റ് ബ്രീഡ്സ് ഈസ് കോൾഡ്. ശ്രദ്ധിക്കണേ, ക്രോസിംഗ് ബിറ്റ്വീൻ ഡിഫറെന്റ് ബ്രീഡ്സ് ഈസ് കോൾഡ് ഔട്ട് ക്രോസിംഗ്. എന്താണ് ഔട്ട് ക്രോസിംഗ്? അടുത്തത്, ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ അമേരിക്കൻ ബ്രീഡ് ഓഫ് പൗൾട്രി. ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ അമേരിക്കൻ ബ്രീഡ് ഓഫ് പൗൾട്രി. ലെഗോൺ. അടുത്തത്, ക്രിയേഷൻ ഓഫ് സുപ്പീരിയർ F1 ഹൈബ്രിഡ് ഈസ് നോൺ ആസ്. ഇമ്പോർട്ടന്റ് ആണ്. ക്രിയേഷൻ ഓഫ് സുപ്പീരിയർ F1 ഹൈബ്രിഡ് ഈസ് നോൺ ആസ് ഹെറ്ററോസിസ്. അപ്പൊ ഔട്ട് ക്രോസിംഗും ഹെറ്ററോസിസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത്, ബയോടെക്നോളജിയിലേക്ക് കടക്കാം. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു ജനറ്റിക് എഞ്ചിനീയറിംഗ്? ജനറ്റിക്, അത് ഓപ്ഷൻ പറയാം കേട്ടോ. പ്ലാസ്മിഡ്, മ്യൂട്ടേഷൻ, പ്ലാസ്റ്റിഡ്, ഹെറ്ററോസിസ്. അപ്പം പ്ലാസ്മിഡും മാറിപ്പോവരുത്. എന്താണ് പ്ലാസ്മിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എക്സ്ട്രാ ക്രോമസോമൽ സ്പെറിക്കൽ DNA ആണ് നമ്മൾ പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ഒരു വെക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് പ്ലാസ്മിഡ്. ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്ന ഒരാളാണ് പ്ലാസ്മിഡ്. അതേസമയം പ്ലാസ്റ്റിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൈവ കണം എന്നാണ് മലയാള അർത്ഥം. എന്താണ്? ജൈവ കണം. അതും ഇത് മാറിപ്പോരുത്. പ്ലാസ്റ്റിഡിൽ വരുന്നതാണ് ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. അതൊക്കെ ഇവിടെ നമ്മുടെ ആൻസർ ജനറ്റിക് എഞ്ചിനീയറിംഗുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാസ്മിഡ്. Manipulation of DNA in genetic engineering became possible due to the discovery of what? A restriction endonuclease. എന്താണ് restriction endonuclease? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് തന്നെയാണ് മോളിക്കുലാർ സിസേഴ്സ് എന്നും അറിയപ്പെടുന്നത്. റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്നും പറയും, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്നും പറയും. ഇതെന്താ അറിയപ്പെടുന്നു? മോളിക്കുലാർ സിസേഴ്സ് എന്ന് അറിയപ്പെടുന്നു. ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത്, PCR എന്ന് പറഞ്ഞാൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം ആർ ദ മെത്തേഡ്സ് ഫോർ വാട്ട്? ജനറ്റിക് ഫിംഗർ പ്രിന്റിംഗ്. എന്താണ് ജനറ്റിക് ഫിംഗർ പ്രിന്റിംഗ്? അടുത്തത്, ദ പ്ലാസ്മിഡ് എന്താണെന്നാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ട്രൂ ആയിട്ടുള്ളത് ഏതാണെന്നായിരിക്കും. പ്ലാസ്മിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇസ് ദ ജനറ്റിക് പാർട്ട് ഇൻ അഡീഷൻ ടു DNA ഇൻ മൈക്രോ ഓർഗാനിസംസ്. ജനറ്റിക് പാർട്ട് ഇൻ അഡീഷൻ ടു DNA ഇൻ മൈക്രോ ഓർഗാനിസം. ആൻഡ് പ്ലാസ്മിഡ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ജീൻ ട്രാൻസ്ഫർ. എന്താണ് ജീൻ ട്രാൻസ്ഫർ? അടുത്തതിലേക്ക് പോവാം. The sequence that controls the copy number of the linked DNA in the vector is termed as. The sequence that controls the copy number of the linked DNA in the vector is termed as ORI site. ORI-ന്റെ ഫുൾ ഫോം എന്താ? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണ്. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അത് ക്വസ്റ്റ്യനിൽ വന്നാൽ പല രീതിയിൽ ഓപ്ഷൻ തരും. ആൻസർ മാറിപ്പോരുത്. ORI refers to origin of replication. എന്താണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ? അടുത്തത്, an analysis of chromosomal DNA using the southern hybridization technique does not use. An analysis of chromosomal DNA using the southern hybridization techniques does not use PCR. PCR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ polymerase chain reaction. Antibiotics in genetic engineering are used dash. Antibiotics in genetic engineering are used as selectable markers. എന്താണ് selectable markers? There is a restriction endonuclease called EcoRI. അറിയാലോ? What does the co part in it stand for? ഇതിൽ EcoRIയിലെ CO എന്ന് പറയുന്ന ഭാഗം എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സ്റ്റാൻഡ്സ് ഫോർ കോളി. ഈക്കോളി ബാക്ടീരിയ എന്നാണല്ലോ നമ്മൾ പറയല്ലേ. EcoRIയിൽ co stands for കോളി.
വീണ്ടും പ്ലാസ്മിഡിനെ കുറിച്ചാണ് പറയുന്നത്. പ്ലാസ്മിഡ്സ് പ്രസന്റ് ഇൻ ദ ബാക്ടീരിയൽ സെൽസ് ആർ സർക്കുലാർ ഡബിൾ ഹെലിക്കൽ DNA മോളിക്യൂൾസ്. എന്താണ് സർക്കുലാർ ഡബിൾ ഹെലിക്കൽ DNA മോളിക്യൂൾസ്. അടുത്തത് ദ ബാക്ടീരിയ ജനറലി യൂസ്ഡ് ഫോർ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഈസ്. ദ ബാക്ടീരിയ ജനറലി യൂസ്ഡ് ഫോർ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഈസ് അഗ്രോബാക്ടീരിയം. അതിന്റെ ഫുൾ എന്താണ്? അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന് കേട്ടിട്ടില്ലേ? അതിന്റെ ക്വസ്റ്റ്യൻ വരിക നാച്ചുറൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഓഫ് പ്ലാന്റ്സ് ഏതാന്ന് ചോദിച്ചാൽ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് ആണ് ഉത്തരം. എന്താണ്? നാച്ചുറൽ ജനറ്റിക് എഞ്ചിനീയർ ഓഫ് പ്ലാന്റ്സ് ചോദിച്ചാൽ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് ആണ്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ദ ലിങ്കിങ് ഓഫ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ വിത്ത് ദ പ്ലാസ്മിഡ് വെക്ടർ ബിക്കെയിം പോസിബിൾ വിത്ത്. ദ ലിങ്കിങ് ആണ് ക്വസ്റ്റ്യൻ, ശ്രദ്ധിക്കുക. ലിങ്കിങ് ഓഫ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ വിത്ത് ദ പ്ലാസ്മിഡ് വെക്ടർ ബിക്കെയിം പോസിബിൾ വിത്ത് DNA ലിഗേസ്. എന്താണ് DNA ലിഗേസ്? അപ്പം DNA ലിഗേസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്, വായിച്ചു പറയാം. DNA ലിഗേസ് ഇസ് ദ എൻസൈം ദാറ്റ് കാറ്റലൈസസ് ദ ജോയിനിങ് ഓഫ് ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് DNA ലിഗേസ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ മോളിക്കുലാർ ഗ്ലൂ അല്ലെങ്കിൽ ജനറ്റിക് ഗ്ലൂ എന്ന് പറയും. അപ്പം മോളിക്കുലാർ സിസേഴ്സും പഠിച്ചു, മോളിക്കുലാർ ഗ്ലൂവും പഠിച്ചു. ഓക്കെ. അടുത്തത് കട്ടിംഗ് ഓഫ് DNA അറ്റ് എ സ്പെസിഫിക് ലൊക്കേഷൻ ബിക്കെയിം പോസിബിൾ വിത്ത് ദ ഡിസ്കവറി ഓഫ്, നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, റെസ്ട്രിക്ഷൻ എൻസൈംസ്. ഓക്കെ. അടുത്തത് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസിലെ നോക്കാം. ബാക്ടീരിയ പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം വൈറസസ് ബൈ ഫ്രാഗ്മെന്റിംഗ് വൈറൽ DNA വിത്ത് എൻഡോന്യൂക്ലിയസ്. എന്താണ് എൻഡോന്യൂക്ലിയസ്? പ്ലാസ്മിഡ്സിനെ നമ്മൾ ക്ലോണിംഗ് വെക്ടേഴ്സ് ആയി ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ്? സെൽഫ് റെപ്ലിക്കേഷൻ ഇൻ ബാക്ടീരിയൽ സെൽസ്. എന്താണ് സെൽഫ് റെപ്ലിക്കേഷൻ ഇൻ ബാക്ടീരിയൽ സെൽസ്? അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ദ ഹ്യൂമൻ ജീനോം പ്രൊജക്ട് വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ. ദ ഹ്യൂമൻ ജീനോം പ്രൊജക്ട് വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ 1990 ആണ്. എന്താണ് 1990? അത് വേറൊരു രീതി ചോദിക്കുകയാണെങ്കിൽ, ദ ഫസ്റ്റ് ക്ലിനിക്കൽ ജീൻ തെറാപ്പി വാസ് ഗിവൻ ടു എ പേഷ്യന്റ് ഇൻ. The first clinical gene therapy was given to a patient in what? 1990 ആണ്. അത് ആർക്കായിരുന്നു കൊടുത്തത്? ADA ഡെഫിഷ്യൻസി ഉള്ള ഒരു കുട്ടിക്കായിരുന്നു. ADA ഡെഫിഷ്യൻസി ഉള്ള ഒരു കുട്ടിക്ക്. ഫാദർ ഓഫ് ജീൻ തെറാപ്പി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ആൻഡേഴ്സൺ ആണ്. ഇത് പറഞ്ഞപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ട് പറഞ്ഞതാണ്. ഫാദർ ഓഫ് ജീൻ തെറാപ്പി ആരാണ്? ആൻഡേഴ്സൺ ആണ്. അടുത്തത് ദ ഫസ്റ്റ് ട്രാൻസ്ജെനിക് പ്ലാന്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഈസ്. ദ ഫസ്റ്റ് ട്രാൻസ്ജെനിക് plant to be produced is tobacco. ഏതാണ്? tobacco. അടുത്തത് PCR technique was invented by Carey Mullis. Excision and insertion of a gene is called genetic engineering. സിമ്പിൾ ആണ്. പിന്നെ ഇപ്പം എന്താ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാ, ഇതറിയാവോ? ഫോർ ദ ഫസ്റ്റ് ടൈം ഹ്യൂമൻ ഇൻസുലിൻ വാസ് പ്രിപ്പയർഡ് ഇൻ ഏത് ഇയർ ആണ്? ഹ്യൂമൻ ഇൻസുലിൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഇയർ ഏതാണ്? 1983 ആണ്. അതിനെ നമ്മൾ എന്താ പറയുക? ഹ്യൂമിലിൻ എന്നാണ് പറയാ. ഹ്യൂമിലിൻ എന്നാണ് കേട്ടോ പറയാ. അടുത്തത് ജനറലി മോഡിഫൈഡ് റൈസ്. അതേതാണ്? ഗോൾഡൻ റൈസ് ആണ്, വിച്ച് ഈസ് റിച്ച് ഇൻ വിറ്റാമിൻ എ. ജനറ്റിക്കലി, ഞാൻ വായിച്ച് തെറ്റിപ്പോയിരുന്നോ? ജനറലി എന്നാണോ വായിച്ചത്? സോറി. ജനറ്റിക്കലി മോഡിഫൈഡ് റൈസ് ഏതാണ്? ഗോൾഡൻ റൈസ് ആണ്, വിച്ച് ഈസ് റിച്ച് ഇൻ വിറ്റാമിൻ എ. ഇനി നിങ്ങൾക്ക് ടാഗ് പോളിമറൈസ് എന്താണെന്ന് അറിയാവോ? ടാഗ് പോളിമറൈസ് ക്യാൻ സർവൈവ് ഇൻ ഹൈ ടെമ്പറേച്ചർ വിച്ച് ഈസ് യൂസ്ഡ് ഇൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം തെർമസ് അക്വാട്ടിക് ബാക്ടീരിയ. തെർമസ് അക്വാട്ടിക്സ് ബാക്ടീരിയ, അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ടാഗ് പോളിമറൈസ് പറഞ്ഞത്. തെർമസ് അക്വാട്ടിക്സ് ബാക്ടീരിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ആര്? ടാഗ് പോളിമറൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമിലിൻ പഠിച്ചു, ടാഗ് പോളിമറൈസ് പഠിച്ചു. പിന്നെ നമുക്ക് പറയാനുള്ളത് ദ ടെക്നിക് ബേസ്ഡ് ഓൺ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ഈസ്. ദ ടെക്നിക് ബേസ്ഡ് ഓൺ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ഈസ് എലീസ. ഏതാണ്? എലീസ. അടുത്തത് മോസ്റ്റ് ഓഫ് ദ ട്രാൻസ്ജെനിക് ആനിമൽസ് ആർ. ഏതാണ്? മൈസ് ആണ് നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കുന്നത് അല്ലേ? ഫസ്റ്റ് ട്രാൻസ്ജെനിക് കൗ ഏതാണ്? ഫസ്റ്റ് ട്രാൻസ്ജെനിക് കൗ ഏതാണ്? റോസി ആണ്. അടുത്തത് ഫസ്റ്റ് ട്രാൻസ്ജെനിക് മങ്കി ഏതാണ്? ആൻഡി ആണ്. ആൻഡി എന്നുള്ളത് തിരിച്ചു വായിച്ചു നോക്കൂ. DNA എന്ന് വായിക്കാം. ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസേർട്ടഡ് DNA. ആൻഡി ഇൻസേർട്ടഡ് DNA എന്നാണ് അതിന്റെ അർത്ഥം. അടുത്തത് ട്രാൻസ്ജെനിക് ആനിമൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ട്രാൻസ്ജെനിക് ആനിമൽസ് ആർ ദോസ് വിച്ച് ഹാവ് ഫോറിൻ DNA ഇൻ ഓൾ ഓഫ് ദെയർ സെൽസ്. എന്താണ്? ഫോറിൻ DNA ഇൻ ഓൾ ഓഫ് ദെയർ സെൽസ്. ഇനി ഒരു പോയിന്റ്, ബാസിലസ് തുരിഞ്ചൻസിസ് സ്റ്റെയിൻസ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ വാട്ട്? ബയോ ഇൻസെക്ടിസൈഡൽ പ്ലാന്റ്സ്. ബാസിലസ് തുരിഞ്ചൻസിസ് സ്റ്റെയിൻസ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ ബയോ ഇൻസെക്ടിസൈഡൽ പ്ലാന്റ്സ്. അടുത്തത് ആൽഫ 1
ആന്റിട്രിപ്സിൻ കേട്ടിട്ടുണ്ടോ? ആൽഫ 1 ആന്റിട്രിപ്സിൻ ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് എംഫിസിമ. എന്താണ് എംഫിസിമ? ഇനി എന്താ ഡിസ്കസ് ചെയ്യാനുള്ളത്? ഈ PBR322 അറിയില്ലേ? അതൊരു പ്ലാസ്മിഡ് ആണ് കേട്ടോ. PBR322 ഹാസ് 2 ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ്. ദേ ആർ എഗെയിൻസ്റ്റ് ആംബിസിലിൻ ആൻഡ് ടെട്രാസൈക്ലിൻ. ഇമ്പോർട്ടൻ്റ് ആണ്. PBR322 ഹാസ് എ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ്. ദീസ് ആർ എഗെയിൻസ്റ്റ് ആംബിസിലിൻ ആൻഡ് ടെട്രാസൈക്ലിൻ. അപ്പം PBR322 കണ്ടു. അടുത്തത് ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഏതാണ്? ഹിൻഡ് 2 ആണ്. ഏതാണ്? ഹിൻഡ് 2. ഓക്കെ. പിന്നെ അത് നമ്മൾ പറഞ്ഞില്ലേ, ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് ദ ആന്റിബയോട്ടിക്സ് ആർ യൂസ്ഡ് ആസ് വാട്ട്? സെലക്ടബിൾ മാർക്കേഴ്സ്. സെലക്ടബിൾ മാർക്കേഴ്സ്. ആയിരുന്നു ട്രാൻസ്ഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രൊസീജിയർ ത്രൂ വിച്ച് എ പീസ് ഓഫ് DNA ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എ ഹോസ്റ്റ് ബാക്ടീരിയം. ഒരു ഫ്രാഗ്മെന്റഡ് DNA നമ്മളൊരു ഹോസ്റ്റ് ബാക്ടീരിയത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊസീജിയറിനാണ് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത്. മ്യൂള് കേട്ടിട്ടുണ്ടല്ലോ. മ്യൂൾ ഈസ് ദ റിസൾട്ട് ഓഫ് വാട്ട്? ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. എന്താണ് ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ? അതിൽ ആരൊക്കെയാണ് ഉള്ളത്? ഫീമെയിൽ ഹോഴ്സും മെയിൽ ഡോങ്കിയും. അതാണ് മ്യൂള്. ഫീമെയിൽ ഹോഴ്സും മെയിൽ ഡോങ്കിയും ആണ് മ്യൂൾ എന്ന് പറയാം. അതിന്റെ റിസൾട്ടാണ് മ്യൂള്. ഓക്കെ. സൊണാലിക കല്യാൺ സോണ കേട്ടിട്ടുണ്ടല്ലോ. അത് ഏതിന്റെ വെറൈറ്റി ആണ്? വീറ്റിന്റെ വെറൈറ്റി ആണ് കേട്ടോ. സൊണാലിക കല്യാൺ സോണ. അടുത്തത് ദ ടേം ടോട്ടിപൊട്ടൻസി. ടോട്ടിപൊട്ടൻസി കേട്ടിട്ടുണ്ടോ? ഇറ്റ് ഈസ് റിഫേഴ്സ് ടു ദ കപ്പാസിറ്റി ഓഫ് സെൽ ടു ജനറേറ്റ് ഹോൾ പ്ലാന്റ്. ഒരു സെല്ലിനെ, ഒരു മൊത്തം പ്ലാന്റിനെ ജനറേറ്റ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റീനെ ആണ് നമ്മൾ ടോട്ടിപൊട്ടൻസി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. വേറെ എന്താ ഇനിയിപ്പോൾ പറയാനുള്ളത്? ക്രെഡിറ്റ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് റീകോമ്പിനന്റ് DNA ആർക്കാണ്? സ്റ്റെയിൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ. സ്റ്റെയിൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ. ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്നാണ് തോന്നുന്നത്. ഇതും കൂടി പറയാം. ഫാദർ ഓഫ് ജീൻ തെറാപ്പി ആൻഡേഴ്സൺ പഠിച്ചല്ലോ. ഫാദർ ഓഫ് ബയോടെക്നോളജി കാൾ എർക്കിയാണ്. കാൾ എർക്കിയാണ്. ഫാദർ ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണെങ്കിലോ പോൾ ബെർഗ് ആണ്. മാറിപ്പോരുത് കേട്ടോ. ഫാദർ ഓഫ് ജീൻ തെറാപ്പി ആൻഡേഴ്സൺ ആണ്. ഫാദർ ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ് പോൾ ബെർഗ് ആണ്. ബയോടെക്നോളജി ആണെങ്കിൽ കാൾ എർക്കിയാണ്. ഓക്കെ. മൈക്രോബയോളജി വേറെയാണ്. എല്ലാം കൂടി കുഴപ്പിക്കരുത് കേട്ടോ. എക്കോളജിയിലെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ബോട്ടണി അവസാനിപ്പിക്കാം. നമുക്ക് സുവോളജി ഉണ്ട്, MLT ഉണ്ട് ഇനി പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരു മാംഗോ ട്രീന്റെ മുകളിൽ വളരുന്ന ഓർക്കിഡ് ഏതിനാണ് എക്സാമ്പിൾ? കോമൺ സാലിസത്തിനാണ് കേട്ടോ. ഓർക്കിഡ് ഗ്രോയിങ് ഓൺ മാംഗോ ട്രീ ഈസ് എൻ എക്സാമ്പിൾ ഫോർ കോമൺ സാലിസം. കോമൺ സാലിസം, അമൻസാലിസം, പാരാസൈറ്റിസം, മ്യൂച്വലിസം ഇതൊക്കെ അറിയാവോ? അതിനൊക്കെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കണേ. ലൈക്കൺ എന്തിന് എക്സാമ്പിൾ ആണ്? മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ ആണ്. മ്യൂച്വലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിനും ഗുണം ഉണ്ടാവുന്ന എന്തോ അതാണ് മ്യൂച്വലിസം. ഇനി കമൺ സാലിസത്തിന് ഒരു എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഓർക്കിഡ് ഗ്രോയിങ് ഓൺ മാംഗോ ട്രീ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കമൺ സാലിസം. ആൻഡ് ആൾസോ ഷാർക്ക് ആൻഡ് സക്കർ ഫിഷ് ഓൾസോ എക്സാമ്പിൾ ഫോർ കമൺ സാലിസം. ഇനി അമൻ സാലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ന്യൂട്രലും മറ്റേ ആൾക്ക് എന്താണ് ദോഷം ഉണ്ടാവുന്ന അവസ്ഥയാണ് അമൻ സാലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിന് എക്സാമ്പിൾ ആണ് ബാക്ടീരിയയും ഫംഗയും. അതായത് അമൻസാലിസം. പാരാസൈറ്റിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഗുണവും മറ്റേ ആൾക്ക് ദോഷവും ഉണ്ടാവുന്ന അവസ്ഥയാണ് പാരാസൈറ്റിസം. അതിന് കുറേ എക്സാമ്പിൾസ് നമുക്ക് അറിയായിരിക്കും. കസ്ക്യൂട്ടയും മാംഗോ ട്രീയും, പിന്നെ ഇത്തിള് മാംഗോ ട്രീ, പിന്നെ ഹ്യൂമണും ടേപ്പ് വേമും ഒക്കെ പാരാസൈറ്റിസത്തിന് എക്സാമ്പിളാണ്. ബ്രൂഡ് പാരാസൈറ്റിസം കേട്ടിട്ടുണ്ടോ? അതിന് എക്സാമ്പിളാണ് കാക്കയും കുയിലും. ഓക്കെ. പിന്നെ കന്നുകാലിയും പക്ഷികളും കോമൺ സാലിസത്തിന് എക്സാമ്പിളാണ്. അപ്പം അത് നോക്കി വെക്കാം. അടുത്തത് ഏത് എക്കോസിസ്റ്റത്തിനാണ് മാക്സിമം ബയോമാസ് ഉള്ളത്? ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിനാണ് കേട്ടോ. ഫോറസ്റ്റ് എക്കോസിസ്റ്റം. ഇൻ പ്ലാന്റ് സക്സഷൻ ലാസ്റ്റ് കമ്മ്യൂണിറ്റി ഈസ് വാട്ട്? ഇൻ പ്ലാന്റ് സക്സഷൻ ലാസ്റ്റ് കമ്മ്യൂണിറ്റി ഈസ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. എന്താണ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി? കൂടുതൽ